നമസ്കാരം നമസ്തേ. സാർ. ഇറാനിൽ നിന്നും വീണ്ടും വീണ്ടും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട്സാണ് വരുന്നത്. നാളെ യുദ്ധം തീരുമെന്ന് ഒരു വശത്ത് ട്രംപ് പറയുമ്പോൾ യുദ്ധം തീരുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് ഇറാനിലെ ചില ലീഡർഷിപ്പ് പറയുന്നു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവർ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇറാൻ്റെ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കുകയും അവരുമായി നടത്തുന്ന നെഗോഷിയേഷനിൽ കൂടെ പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് പരിഹരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ യുദ്ധം നീണ്ടുപോകും, കാഷ്വാലിറ്റി കൂടും, എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യം ഇറാനിലൂടെ രൂപപ്പെട്ടു വരികയാണ് എന്നുള്ള വ്യാഖ്യാനങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റും. ഇറാനിൽ നിന്നും പരസ്പര വിരുദ്ധമായ വാർത്തകളാണ് വരുന്നത്. ഇപ്പം പ്രസിഡന്റ് ട്രംപ് ഇടയ്ക്ക് പറയും അമേരിക്ക യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞു, ഞങ്ങൾ പിന്മാറുകയാണെന്ന് പറയും. യുദ്ധം തീർന്നു, വെടിനിർത്തൽ ഉടനെ എന്ന് പറയും. പക്ഷേ മറ്റൊരു ഭാഗത്തൂടെ ആക്രമണങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഹോർമൂസിലൂടെയുള്ള ചരക്ക് നീക്കം ഇതുവരെയും പഴയ രീതിയിലായിട്ടില്ല. ഇനി ആകുമെന്നും തോന്നുന്നില്ല. കാരണം ഇറാന് ഒരു $2 മില്യൺ ഒരു കപ്പലിന് വീതം അവർ പിരിക്കുന്നുണ്ട്. അത് ഇനി അവർ നിർത്തുമെന്ന് തോന്നുന്നില്ല. കാരണം വെറുതെ ഇരുന്ന് കിട്ടുന്ന പൈസ, അതും ശതകോടിക്കണക്കിന് ഡോളർ കിട്ടാൻ തുടങ്ങുമ്പോൾ ഏതൊരു രാജ്യമാണ് അത് വേണ്ടെന്ന് വെക്കുന്നത്? അപ്പോൾ അതും ഇനി പെട്ടെന്നൊന്നും അത് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിനിടയിലാണ് ഇറാനിൽ നിന്നും മറ്റൊരു വാർത്ത വരുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ്, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ എന്ന സൈനിക വിഭാഗം, ഇത് ഖമനയി അധികാരം പിടിച്ചെടുത്ത 1978 ശേഷം രൂപീകരിച്ച ഒരു സൈനിക വിഭാഗമാണ്. പ്രായോഗിക തലത്തിൽ സൈന്യത്തിലെ ഏറ്റവും ശക്തമായ വിഭാഗമാണ്. ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ അവരുടെ കയ്യിലാണ്. അവരാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത് എന്നൊരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതിന്റെ പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ ഇറാനിലെ ഏറ്റവും വലിയ മതരാഷ്ട്രീയ നേതാവായ മുജ്തബ ഖമനയുടെ പഴയ അലി ഖമനയുടെ പുത്രനും ഇപ്പോഴത്തെ ഖമനയുമായ മുജ്തബ, അദ്ദേഹം ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിലെ ഒരു പഴയ ഓഫീസറാണ്. അദ്ദേഹത്തിനോട് ലോയലാണ് ഈ IRGC. അദ്ദേഹത്തിനോട് വളരെയധികം വിധേയത്വമുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ നേതാവ് ഭരിക്കുമ്പോൾ പിന്നിനി ആരോട് എന്ത് പറയാനാണ്? സ്വാഭാവികമായിട്ടും IRGC അധികാരത്തിലേക്ക് എത്തി. കാരണം അങ്ങനെ ഒരു സൂചന കിട്ടുന്നത് ഈ ഇറാൻ പ്രസിഡന്റ്, അദ്ദേഹം ഇതുവരെ കൊല്ലപ്പെട്ടിട്ടില്ല. ഇറാനിലെ നിരവധി നേതാക്കന്മാരെ ലക്ഷ്യം വെച്ച് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തുകയും അതിൽ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തെങ്കിലും ഈ ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെഷസ്ക്യാനെയും ഇറാന്റെ പാർലമെന്റ് സ്പീക്കറെയും രണ്ടുപേരെയും അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെച്ചിട്ടില്ല. അവരൊരു മിതവാദി നേതാക്കന്മാരാണ് എന്നൊരു ഭാഗത്ത് പറയുന്നു. പിന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചർച്ച നടത്തണമെങ്കിൽ, നെഗോഷിയേഷൻ നടത്തണമെങ്കിൽ അതിനാരെങ്കിലും അവിടെ വേണം. അപ്പൊ ഒരു നേതാവും ഇല്ലാത്ത ഒരവസ്ഥ അമേരിക്കയ്ക്കും ഇസ്രായേലിനും തന്നെ തിരിച്ചടിയാണ്. അത് ഒരു തരത്തിൽ ഇപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞു. കാരണം ഇപ്പോ ഇറാനിൽ വാളെടുത്തവൻ വെളിച്ചപ്പാടെന്നുള്ളൊരു രീതിയിലാണ്. ചോദിച്ചോളൂ. ഇത് ഇപ്പൊ സാറിത് പറയുമ്പോൾ ഞാനൊരു പഴയ സംഭവം പറയുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഇത് പറയാം തീർച്ചയായിട്ടും. പഴയ ഒരു യുദ്ധത്തിൽ ഇതുപോലെ ഇറാൻ്റെ റിപ്പബ്ലിക്കൻ ആർമിയെക്കുറിച്ച് ഭയങ്കരമായ പ്രചരണങ്ങൾ നടന്നു. അമേരിക്കൻ സൈന്യത്തിന് കരയുദ്ധത്തിന് കേപ്പബിൾ അല്ല, കരയിലിറങ്ങി യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ഇടപാട് ഇപ്പം പറയുന്ന പോലെ തന്നെ അന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇത് പിന്നീട് വന്ന വാർത്തകളിൽ ഈ റിപ്പബ്ലിക്കൻ ആർമിയെ പറ്റിയുള്ള ഭയങ്കരമായ പ്രചരണം നടത്തിയതും അമേരിക്കക്കാരാണ്. അവർ ഭയങ്കരന്മാരാണെന്നോ അമേരിക്ക തകർക്കാൻ, അപ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇറാഖിൽ ബോംബ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കണ്ടിന്യൂഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്തത്. അമേരിക്കക്കാരോട് ന്യായീകരണം പറയണം, ഇവർ ഭയങ്കരന്മാരാണ്, ഇവർ നമ്മളെ കൊല്ലാനിരിക്കുകയാണ്. ആ യുക്തി ഇവിടെയും അമേരിക്ക പ്രയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അല്ല, അതില് തീർച്ചയായിട്ടും അതിനൊരു സാധ്യതയുണ്ട്. കാരണം യുദ്ധം ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല പോരാടുന്നത്, അത് പലപ്പോഴും പ്രൊപ്പഗണ്ടയും കൂടെ അതിന്റെ കൂടെ ഉണ്ട്. യുദ്ധം ജയിക്കുമ്പോഴും സൈക്കോളജിക്കൽ വാർ, അതായത് പ്രൊപ്പഗൻഡ വാറില് ഈ ഇംഗ്ലീഷ് ലൈനിൽ പറയും വാർ ഓഫ് പെർസെപ്ഷൻസ് എന്ന് പറയും. അത് അപ്പൊ ഈ പെർസെപ്ഷൻ വാറില്
ഇങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിക്കും. ഒരുപക്ഷെ ഇപ്പൊ ഈ ട്രംപ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ഇനി ആക്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇറാന്റെ സൈന്യത്തിന് മൊത്തത്തിൽ ഒന്ന് റിലാക്സ്ഡ് ആവും. അവര് എന്നാ ഇനിയിപ്പോ അമേരിക്ക ആക്രമിക്കുന്നില്ലോ, എന്നാ പിന്നെ നമുക്ക് ഒളിച്ചിരുന്ന പലരും പുറത്തു വരും. അപ്പൊ ഇതുവരെ ബങ്കറുകളിലും മറ്റും ഒളിച്ചിരിക്കുന്ന പലരും പുറത്തു വരികയും പല പടക്കോപ്പുകളും എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നുള്ള കൃത്യമായ വിവരം അവർ പുറത്ത് വരികയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പോഴാക്രമിക്കാൻ വേണ്ടിയായിരിക്കും. അതായത് ഇത് മൊത്തത്തിൽ ശത്രുവിന് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പലരും ഇത്തരം വ്യാജ വാർത്തകൾ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇവിടെ ഈ വ്യാജ വാർത്തകൾ പുറത്തേക്ക് തീർച്ചയായിട്ടും അങ്ങനെ വിടുന്നുണ്ടാവും. അതിനിടയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനിടയ്ക്ക് ഞാൻ ഈ പെഷസ്ക്യാൻ IRGCയും തമ്മിലുള്ള ഒരു അധികാര വടംവലിയെ കുറിച്ചുകൂടെ നമുക്കൊന്ന് സൂചിപ്പിക്കാം. കാരണം പെഷസ്ക്യാന് ഈ അടുത്ത സമയത്ത് ഇന്റലിജൻസ് മിനിസ്റ്ററായി ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഈ IRGC അത് ബ്ലോക്ക് ചെയ്തു. ഇനി വേണ്ട, അതായത് ഹൊസൈൻ ഡഹ്ഖാൻ എന്ന് പറയുന്ന ഒരാളിനെ ഇന്റലിജൻസ് മിനിസ്റ്ററായിട്ട് മസൂദ് പെഷസ്ക്യാൻ അപ്പോയിന്റ് ചെയ്തു. IRGC അത് വെട്ടി. IRGC തലവൻ അഹമ്മദ് വഹീദി അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോ ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്ത ആളിന് അധികാരം ഏറ്റെടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം പിന്മാറി, IRGCയുടെ എതിർപ്പിനെ തുടർന്നു. അതുപോലെ തന്നെ ഈ ഇറാനിലെ പ്രധാന നേതാക്കന്മാരുടെ, അതായത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം സെക്യൂരിറ്റിയുടെ തലവനായ അലി അസ്ഗർ ഹെജാസി എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്ഥലമായി. അവിടെയൊക്കെ ഉള്ളത് കന്ദഹാറി എന്ന് പറയും. കന്ദഹാറി എന്ന് വരുന്ന ആളിന് കന്ദഹാറി എന്ന് പറയും, ഹെജാസി എന്ന് പറയുന്ന ആള് ഹെജാസി എന്ന് പറയും. അങ്ങനെ അലി അസ്ഗർ എന്ന് പറയുന്ന ഹെജാസിയാണ് സെക്യൂരിറ്റി ഓഫീസിന്റെ കമാൻഡർ ഇൻ ചീഫ്. അദ്ദേഹത്തിനെ അദ്ദേഹം ഈ മുസ്താബ ഖമൈനിയായി തെരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വന്നാൽ ഇറാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് പിന്നീട് പ്രസക്തി ഇല്ലാതെ വരും. കാരണം മുസ്താബ ഖമൈനി ഈ IRGCയുടെ ഒരു ഉന്നത ഓഫീസർ ആയിരുന്ന സ്ഥിതിക്ക് അദ്ദേഹം ഖമനേയിയായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് എന്താണ് പ്രസക്തി? പിന്നെ പ്രധാനമന്ത്രി ഇല്ല, പ്രസിഡന്റ് ഇല്ല, ആരുമില്ല, പാർലമെന്റ് ഇല്ല, ഒന്നുമില്ല. കാരണം സുപ്രീം കമാൻഡർ തന്നെ ഈ IRGCയുടെ ഭാഗമാകുമ്പോൾ, അതിന്റെ ഒരു ഭാഗമാകുമ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് പ്രസക്തി? അതുകൊണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും മുസ്താബയെ ഖമനേയിയായി തിരഞ്ഞെടുത്താൽ അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. അത് ഇറാനിലും ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലും ഇവരെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിലാണ് അവര് വിശ്വസിക്കുന്നത്. ഇപ്പം ഖലീഫയെ പഴയ കാലത്തും തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആ ഖലീഫയെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രവാചകന്റെ കുടുംബത്തിന് തന്നെ ഖലീഫ സ്ഥാനം കിട്ടണമെന്നായിരുന്നു ഈ ഷിയാക്കളുടെ ഒരു വാദം. അങ്ങനെയാണല്ലോ അതിൽ തർക്കം തുടങ്ങുന്നത്. പിന്നെ ഒരുപാട് കാരണങ്ങൾ കാണും. നമുക്ക് അതിലേക്കൊന്നും കൂടുതൽ നമുക്ക് പോകാനുള്ള സമയവും ഇല്ല. നമുക്ക് അത്രയ്ക്കുള്ള ഒരു ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ചുള്ള അറിവും നമ്മുടെ പരിധിക്ക് പുറത്താണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ ജനാധിപത്യം അവിടെ പൂർണ്ണമായിട്ട് തെരഞ്ഞെടുപ്പ് അപ്രസക്തമാകുമെന്നുള്ളത് കൊണ്ട് യാതൊരു കാരണവശാലും മുസ്താബയെ തെരഞ്ഞെടുക്കരുതെന്ന് ആവശ്യപ്പെട്ട ആളാണ് അലി അസ്ഗർ ഹെജാസി. പക്ഷേ മുസ്താബ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ അധികാരങ്ങളെല്ലാം പോയി. പിന്നീട് ഇപ്പം അദ്ദേഹം ആ സ്ഥാനത്തു നിന്നും മാറ്റി. അങ്ങനെ ഈ ഈ അടുത്ത രണ്ട് സംഭവ വികാസങ്ങൾ, അതായത് ഇന്റലിജൻസ് മിനിസ്റ്റർ സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള തലവനെയും മാറ്റിയത് IRGCയുടെ താല്പര്യപ്രകാരമാണ്. അവിടുത്തെ പ്രസിഡന്റിന്റെ താല്പര്യത്തിന് അവിടെ പുല്ലുവിലയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതി ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രസിഡന്റും പാർലമെന്റ് സ്പീക്കറും തൽക്കാലം അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് അവർക്ക് നേരെയില്ല. പക്ഷെ അതേസമയം തന്നെ അത് അവർക്കൊരു തിരിച്ചടിയായിട്ട് ചിലപ്പം പ്രാദേശിക രാഷ്ട്രീയത്തിൽ മാറും. കാരണം നാളെ ഇവർ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ആൾക്കാരാണ് എന്നുള്ള ഒരു പ്രചരണം IRGC നടത്തിയാൽ അത് ഭൂരിഭാഗം ജനങ്ങളും അത് വിശ്വസിക്കും. കാരണം ബാക്കിയുള്ളവരെ എല്ലാം ലക്ഷ്യം വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കൻ വ്യോമസേന ഇവർക്കെതിരെ മിസൈൽ വിടാത്തത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എന്താ ചോദിക്കാൻ വന്നല്ലോ, ചോദിച്ചോളൂ. ഒന്നുമില്ല, ഞാൻ തമാശനൊരു കമൻ്റ് പറയാം. മോഡി പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യാത്ത പോലെ ഒരു
ആ, ആ, ആ. അത് അതെ. അത് ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഞാൻ അപ്പോ ഇതിൻ്റെ ഇല്ല. ഇവിടുത്തെ ഒരു സംശയം, ഇറാൻ ഇത്രയും ഐസൊലേറ്റഡായി ഒറ്റപ്പെട്ട് ഇസ്രായേലിനോടും അമേരിക്കയോടും ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരുന്നു. മറുവശത്ത് അതെ, അതെ, അതെ. അമേരിക്കയുടെ സഖ്യകക്ഷികളായി ഈവൻ നാറ്റോ രാജ്യങ്ങൾ പോലും സഹകരണം കൊടുക്കാതിരിക്കുന്നു. ഇത് നമ്മളെയൊക്കെ അതെ, അതെ. കളിപ്പിക്കാനുള്ള യൂറോപ്പിൻ്റെ ഒരു സൂത്രം തന്നെയാണ്, പഴയകാല സൂത്രം തന്നെയാണ്. മറ്റു അല്ല രാജ്യങ്ങൾ നാറ്റോ അല്ല നാറ്റോ അമേരിക്കയുമായിട്ട് ഉം, ഒരുപാട് വിഷയങ്ങളിൽ അടിസ്ഥാന അഭിപ്രായ വ്യത്യാസം നാളുകളായിട്ട് നാറ്റോയ്ക്കുണ്ട്. ഉം, കാരണം ഈ പിന്നെ നാറ്റോയുടെ ഒരു നായക സ്ഥാനം അമേരിക്കയാണ് വർഷങ്ങളായിട്ട്. ഉം, അമേരിക്ക പ്രാക്ടിക്കലി നാറ്റോയുടെ യുദ്ധങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ യുദ്ധം തന്നെയാണത്. ഉം, പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമേരിക്ക അതിനുവേണ്ടി ബഡ്ജറ്റ് കൊടുക്കുന്നില്ലായിരുന്നു. ഉം, 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 ഇത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഉം, ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഉം, പറഞ്ഞു ഉം, അമേരിക്കയ്ക്ക് ലാഭമില്ലാത്തതൊന്നും അമേരിക്ക ചെയ്യില്ല. ഉം, അപ്പം ട്രംപ് പറയാനുള്ള കാരണം അമേരിക്കയുടെ സമ്പദ്ഘടന ഉം, വളരെ ദുർബലമാവുന്നു. ഉം, അമേരിക്കയുടെ കടം ഉം, വലിയ ഭീകരമായ കടമാണ്. ഉം, അപ്പം ഇതൊക്കെ തന്നെ അമേരിക്ക മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുത്ത കടങ്ങളാണ്. ഉം, ആ കടം അമേരിക്ക വഹിക്കേണ്ട ബാധ്യതയില്ല. അങ്ങനെ യുദ്ധം ചെയ്യണമെങ്കിൽ ഓരോ രാജ്യവും യൂറോപ്യൻ രാജ്യവും അവരുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കണം. ഉം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ യുദ്ധവിമാനങ്ങളുടെ വിഷയത്തിൽ ഇപ്പൊ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും പിന്നെ നാറ്റോ അംഗരാജ്യമായ ഫ്രാൻസിന്റെ യുദ്ധവിമാനവും അതുപോലെ യൂറോപ്യൻ ഉം, യൂണിയന്റെ ഒരു യുദ്ധവിമാനമുണ്ട് ഗ്രൈപ്പൻ എന്ന് പറയുന്നത്. ഉം, ഇതൊക്കെ തമ്മിൽ മത്സരിക്കുകയാണ്. ഉം, അപ്പൊ അമേരിക്കയ്ക്ക് അത് അത്ര താല്പര്യമില്ല. ഉം, അമേരിക്കൻ വ്യവസായങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. ഉം. ഉദാഹരണത്തിന് ഇന്ത്യ 114 റഫാൽ വിമാനങ്ങൾ വാങ്ങിക്കും. നേരെ ഫ്രാൻസിൽ നിന്ന് മറിച്ച് വാങ്ങിച്ചു. അത് ഫ്രാൻസിൽ അമേരിക്കയുടെ നിന്ന് വിമാനമായിരുന്നെങ്കിൽ ആ ആ അപ്പം അമേരിക്കയുടെ കമ്പനികൾക്കെതിരെ മത്സരിക്കുകയാണ് യൂറോപ്യൻ യൂണിയന്റെ കമ്പനി ഒരു ഭാഗത്ത്. പക്ഷേ യൂറോപ്യൻ യൂണിയന്റെ സെക്യൂരിറ്റിയുടെ കാര്യം വരുമ്പോൾ അത് അമേരിക്ക ചെയ്തു കൊടുക്കണം. ഉം. അതെന്തൊരു ന്യായമാണെന്നാണ് ട്രംപ് ചോദിക്കുന്നത്. അവിടെ അമേരിക്കയുടെ അതായത് അമേരിക്കയുടെ ഭാഗത്തല്ലേ ന്യായം? അല്ല, ഇത് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ തോന്നും. കാരണം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്ക ഈ രീതിയിൽ പിന്നെ ഇവരെ എല്ലാം തന്നെ നിർബന്ധിച്ച അമേരിക്കയാണ് ഇങ്ങനൊരു സഖ്യം രൂപീകരിച്ചത്. കാരണം അന്ന് അമേരിക്കയ്ക്ക് അത് ആവശ്യമുണ്ടായിരുന്നു. റഷ്യയുടെ വാർസോ സഖ്യം നിലവിലുണ്ടായിരുന്നു. ആ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടുകൂടി ഇത് ഇപ്പൊ അമേരിക്കയ്ക്ക് വേണ്ട. പണ്ട് അമേരിക്ക നിർബന്ധിച്ചിട്ടാണ് ഇവരെ എല്ലാം കൂടെ ഇതിനകത്തിൽ ഒപ്പിടിച്ചത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒരു സംഘടന ഉണ്ടാക്കുക, അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ ആ സംഘടന വിരിച്ചു വിടുക. അതാണ് അവരുടെ യുക്തി. പക്ഷെ അങ്ങ് ചോദിച്ച പോലെ സാമാന്യ യുക്തി വെച്ചിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്ക പറയുന്നതിനാണ്. കാരണം അങ്ങനെ മാറിയ സാഹചര്യത്തിൽ പിന്നെ നാറ്റോ രാജ്യങ്ങൾക്ക് അവരുടെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അവരും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെലവാക്കണമെന്നാണ് പിന്നെ ട്രംപ് പറയുന്നത്. അതായത് യൂറോപ്പിൽ ഒരു സംഘർഷം എന്തോ ഇതേ ആർഗ്യുമെന്റ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കിയ സമയത്ത് അമേരിക്ക വെച്ചായിരുന്നു. എല്ലാം ഷെയർ ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്ക പറയുന്നത് ഈ വാർഷികമായിട്ട് പിന്നെ ഇപ്പൊ അമേരിക്ക റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന് കൊടുക്കുന്ന സഹായം ഭീമമായ സഹായമാണ്. ഇത് അമേരിക്കയുടെ സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് ഇത് യൂറോപ്പിന്റെ യുദ്ധമാണല്ലോ, ഈ യുദ്ധം പിന്നെ യൂറോപ്പാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് യൂറോപ്പിന് ഇതിന്റെ ചെലവ് വഹിച്ചുകൂടാ, അല്ലെങ്കിൽ ഭൂരിഭാഗം ചെലവ് എന്തുകൊണ്ട് വഹിച്ചുകൂടാ എന്നുള്ള ചോദ്യങ്ങളാണ് അമേരിക്ക ചോദിക്കുന്നത്. അതുപോലെ പിന്നെ പല വിഷയങ്ങളിലും ഇതിന്റെയൊക്കെ പഴി കേൾക്കുന്ന അമേരിക്കയാണ്. ഇപ്പം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ യുക്രൈനെ അമേരിക്ക സഹായിക്കുന്ന പഴിയാണ് അമേരിക്ക കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പഴി കേൾക്കേണ്ടത് ഫ്രാൻസും ജർമ്മനിയും ഡെൻമാർക്കും എല്ലാം ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. അമേരിക്കയ്ക്ക് ഇപ്പം പിന്നെ യുക്രൈൻ അവിടെ നിന്നാലും ഇല്ലെങ്കിലും അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമില്ല. യുക്രൈൻ നാളെ റഷ്യയുടെ ഭാഗമായാലും അമേരിക്കയ്ക്ക് പ്രശ്നമില്ല. അതുപോലെ ഏറ്റവും ഒടുവിൽ ഇപ്പൊ ട്രംപ് പറഞ്ഞത് യൂറോപ്പിലെ പ്രകൃതിവാതക സെക്യൂരിറ്റി, അതായത് എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ട യൂറോപ്പിന്റെ ജോലിയാണ്. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ നിങ്ങൾ കുഴിച്ചെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെലവാക്കണം. അത് അമേരിക്ക നിങ്ങൾക്ക് വേണ്ടി സപ്ലൈ ചെയ്യണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പൊ പാചകവാതകത്തിന്റെ വില അമേരിക്കയിൽ പോലും കൂടി. അപ്പം ട്രംപിന്റെ ചോദ്യങ്ങൾ ഇതാണ്. സാമാന്യ യുക്തിയിൽ ഇതെല്ലാം ശരിയാണ്. അതിൽ നമുക്ക് ട്രംപിനെ തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നത് നിർത്തിയിരിക്കുന്നു.
പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമേരിക്ക നിറവേറ്റി കൊടുക്കുകയും ചെയ്യണം. കൊടുക്കുകയും വേണം. ഇത് രണ്ടും കൂടി വേണ്ട. നടക്കില്ല. ഉം. പണ്ട് കിസിഞ്ചർ ഉത്തരത്തിലിരിക്കുന്നത് അല്ലെ, കിസിഞ്ചർ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു, എടുക്കുകയും വേണം. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കഷത്തിലിരിക്കുന്നത് പോകാനും എന്നുള്ള പാടില്ല. നിലപാട് ഇനി വേണ്ട. ആ. അത് വേണ്ട എന്നാ ഇനി പറഞ്ഞോളൂ. കിസിഞ്ചർ പറഞ്ഞ കിസിഞ്ചർ ഈ യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സംഗതിയെല്ലാം നല്ലതാണ്, കൊള്ളാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, ഈവൻ ജപ്പാൻ്റെ വരെ സംരക്ഷണത്തിന് വേണ്ടി അമേരിക്കൻ ട്രഷറിയിൽ നിന്ന് കൊടുക്കുന്ന പണം നിങ്ങൾ കുറേശ്ശെ ഇങ്ങ് തിരിച്ചു തന്നാൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞു. അല്ല, എന്തുവേണം കിസിഞ്ചറിന്റെ മറ്റൊരു അത് പറഞ്ഞത് ശരിയാണ്. കിസിഞ്ചറുടെ മറ്റൊരു പ്രശസ്തമായ അഭിപ്രായം ഈ 2-3 ദിവസമായിട്ട് ഇപ്പം പല ചർച്ചകളിലും വരുന്നുണ്ട്, വിദേശത്തൊക്കെയുള്ള മാധ്യമങ്ങൾ ചർച്ചയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നെ നിങ്ങൾ അമേരിക്കയുടെ ശത്രുവായി, ഇഫ് യു ആർ ദ എനിമി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു ആർ ഡൂംഡ്. നിങ്ങൾ നശിച്ചു. നിങ്ങൾ അമേരിക്കയുടെ ശത്രുവാണെങ്കിൽ നിങ്ങൾ ഇല്ലാതാകും. പക്ഷേ നിങ്ങൾ അമേരിക്കയുടെ സുഹൃത്താണെങ്കിലും നിങ്ങൾ ഇല്ലാതാവും. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ലീത്തൽ. അതായത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും. ഇത് ഹെൻറി കിസിഞ്ചർ, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. യഥാർത്ഥത്തിൽ ഹെൻറി കിസിഞ്ചർ ജർമ്മനായിരുന്നു. ഒരു ജർമ്മനിയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു ജൂതനാണ്. ജർമ്മനിയിൽ ജനിച്ച ജൂതനാണ്. അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറിയത്. അപ്പൊ അദ്ദേഹം വലിയ കൗശലക്കാരനായ ഡിപ്ലോമാറ്റായിരുന്നു. ഒരുപക്ഷെ ആധുനിക ഡിപ്ലോമസിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ്. അല്ല, ചൈനയെ ന്യൂട്രലൈസ് ചെയ്ത ആളാണ് ശരിക്കും. അതെ. അപ്പോ ഹെൻറി കിസിഞ്ചർ വളരെ സരസമായിട്ടും എന്നാൽ വളരെ സത്യസന്ധമായിട്ടും ഇത് പറഞ്ഞു, അമേരിക്കയോട് എതിർത്താൽ നിങ്ങളുടെ കാര്യം പോക്കാണ്, അമേരിക്കയുടെ കൂടെ നിന്നാലും നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണ്. നമ്മുടെ വിഷയം ഇറാൻ യുദ്ധം തീരും. അപ്പൊ ഇതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ഈ യുദ്ധത്തിന്റെ ഒരു കാര്യം പറയുമ്പോഴാണ് ഈ അഭിപ്രായം പിന്നെയും പ്രസക്തമായിട്ട് വരുന്നത്. അതായത് ഇറാന് അമേരിക്കയോടൊപ്പം നിൽക്കാനും പറ്റത്തില്ല, അമേരിക്കയുടെ ശത്രുവാകാനും പറ്റത്തില്ല. ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഇനി പെട്ടെന്ന് തീരും എന്നുള്ളത് വളരെ മിഥ്യാധാരണയാണ്. കാരണം ഇപ്പോൾ അമേരിക്ക ഈ യുദ്ധം നിർത്തിയിട്ട് ഓടിപ്പോയാൽ ഗൾഫ് അമേരിക്കയെ ഇനി ഒരു കാലത്തും വിശ്വസിക്കില്ല. കാരണം ഗൾഫിലെ ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ പിന്നെ വാതകവും ഹോർമുസ് വഴി കൊണ്ടുപോകണമെങ്കിൽ ചുങ്കം കൊടുക്കണമെന്നുള്ള ഒരു അവസ്ഥ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ അടിമയാകുക എന്നതിന് തുല്യമാണ്. ഞാൻ അതിന് സാറ് പറഞ്ഞ ചെറുതായിട്ടൊന്ന് കൗണ്ടർ ചെയ്തോട്ടെ, ഒരു വിയോജിപ്പ് പറയട്ടെ. ആയിക്കോട്ടെ. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അമേരിക്കയുടെ ശത്രുക്കളായിരുന്ന രാജ്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ യുദ്ധം മൂലം ദ്രോഹിച്ചിരിക്കുന്നത് ജപ്പാൻ, വിയറ്റ്നാം, ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇതെല്ലാം ഇന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളും കൂടെയാണ്. ഇറാനും നാളെ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്താകത്തില്ലേ? അല്ല, അവിടെ വ്യത്യാസമുണ്ട് കേട്ടോ. അതിൽ ഞാൻ അങ്ങ് പറയുന്ന വിശാലമായ അർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ ജപ്പാന്റെ ആ നയം ജപ്പാൻ ഒരുപാട് മാറ്റി. അതായത് ജപ്പാനിൽ 2000-ന് ശേഷം അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി ആദ്യമായിട്ട് അമേരിക്കയെ ധിക്കരിച്ചുകൊണ്ട് ജാപ്പനീസ് വാർ മെമ്മോറിയൽ പോയിട്ട് പുഷ്പചക്രം അർപ്പിച്ചു. 2ാം ലോക മഹായുദ്ധകാലത്ത് മരിച്ച ജാപ്പനീസ് സൈനികർക്ക് സ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹം പോയി വണങ്ങി. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലായി. പക്ഷെ അമേരിക്ക അത് കണ്ടതായിട്ട് ഭാവിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ പേര് ഞാനങ്ങ് വിട്ടുപോയി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായി. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര സ്മൂത്ത് അല്ല ഇവരൊന്നും തമ്മിലുള്ള ബന്ധങ്ങൾ. ആ ബന്ധങ്ങളൊക്കെ ദേ ആർ ഫ്രണ്ട്ഷിപ്പ് ഓഫ് കൺവീനിയൻസ്, തൽക്കാലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗഹൃദങ്ങളാണ്. പക്ഷെ വിശാലമായ അർത്ഥത്തിൽ അങ്ങ് പറഞ്ഞത് ശരിയുമാണ്. കാരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനെ ഇല്ലാതാക്കിയത്, ജർമ്മനിയെ ഇല്ലാതാക്കിയത് ഒക്കെ അമേരിക്കയാണ്. പക്ഷേ അമേരിക്കയുടെ വീണ്ടും അവർ സുഹൃത്തുക്കൾ. എന്തായാലും നമ്മുടെ സമയം കുറെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. അതായത് പിന്നെ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അമേരിക്ക ഇവിടെ സംരക്ഷിക്കേണ്ടത് വിരുദ്ധ താല്പര്യങ്ങളുള്ള ഗൾഫിന്റെയും ഇറാനെയും യോജിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ്. അത് നടക്കില്ല. ഇപ്പോ അമേരിക്കയെക്കാളും ഇറാൻ ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങളാണ്. ഏറ്റവും ഒടുവിലുള്ള ഇസ്രായേലിന്റെ നീക്കം, ഇസ്രായേൽ ഗൾഫുമായിട്ട് ചേർന്ന് പുതിയൊരു മുന്നണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന്റെ നീക്കങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. സൈനിക ശക്തി. സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാൻ MBS ആണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രോക്സികളായ ഹുതികളുടെ ആക്രമണത്തെ ഇപ്പൊ 2-3 വർഷമായിട്ട് നേരിടുകയാണ്. നിരന്തരമായ ആക്രമണം. അവർക്ക് ഇത് തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ല.
യുദ്ധത്തിൽ നിന്നും ഒരു റിസൾട്ട് ഉണ്ടാകാതെ വൺസ് ഫോർ ഓൾ ഈ യുദ്ധം അവസാനിക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയുടെ ഈ പിന്നെ എന്താ ഓരോ ദിവസവും ഓരോ വാക്കുകൾ ട്രംപ് മാറ്റി പറയുന്നതൊക്കെ തന്നെ തന്ത്രത്തിന്റെ ഭാഗമാണ്. IRGC ആണ് ഇറാന്റെ നിയന്ത്രണം ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും ഇത് അവർ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും പൂർണ്ണമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കും. അല്ലെങ്കിൽ അവർക്ക് ഒരു നേതൃത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം. അവർ യുദ്ധം അവസാനിപ്പിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് അവസാനിപ്പിക്കണം. ഓക്കെ.